ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പരിപാടിക്ക് സ്വാഗതം. യെസ്, ഇന്ന് നമ്മുടെ ഹഗ് ലൈഫിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ജൂൺ 15 മൂവി റിലീസ് ആവുന്നത്. അപ്പം എന്തായാലും നമുക്ക് ചൂടോടെ കാണാം. കാരണം ഇതൊരു കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ കമലഹാസൻ പ്ലസ് മണിരത്നം കോംബോ വരുന്നത്, ക്ലാസിക് കോംബോ വരുന്നത്. പിന്നെ ഇതിന്റെ ഗെയിംസ് വന്നപ്പോ ഇതിന്റെ വേറൊരു സംഭവം പോലെ കാണിച്ചത്. അതെ. പിന്നെ ഇതിന്റെ വേറൊരു അപ്ഡേറ്റ് വന്നപ്പോ അത് കുറച്ച് വേറെ പാട്ടൊക്കെ അതിനാൽ ജിപ്പുച്ച സോങ് വന്നു. അത് ഇപ്പം കറന്റ് നടക്കുന്ന സംഭവങ്ങളെ പറ്റി നമുക്കറിയാം. സിംബു ഉണ്ട്, കമൽഹാസൻ ഉണ്ട്, നമ്മുടെ മലയാളി ജോജു ജോർജ് ഉണ്ട്, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ട്രെയിലർ കാണാം. പല ലൊക്കേഷൻസ് ആണ്. நீ என் உயிரை காப்பாத்துறவ. அவன்கிட்ட இருந்து என்ன மீட்டு எடுத்துவேன். உன் தலையெழுத்தையும் என் தலையெழுத்தையும் ஒன்னா எழுதி வச்சுட்டு என் பேர் நீ நானும் ஒண்ணு கடைசி வரைக்கும். യങ് വെർഷൻ எட்டடி வாத்தியா நீ Yes. 18 சரி கணக்குள்ள உள்ள இருந்து நான் பாத்துக்கிட்டு இருப்பேன், வெளியே அவரை பாத்துக்குவான். அவரும் தான் எல்லாத்தையும் பார்த்து பண்ணா நான் என்ன இதுக்கா? എനിക്ക് ഏതോ ശരിയാ പറ്റില്ല. നീ ഇപ്പൊ പോകാൻ വേണ്ട. Madam, I am your only Adam. அவர் நம்ம வீடு தேடி வர நாம தான் கையில் எடுத்துக்கணும். இது எவனுக்கும் எனக்கும் நடக்கிற கதை. நீயா நானா? ഓക്കെ, ചെറുതായിട്ട് ഞാൻ കൺഫ്യൂസ് ആയി. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇവര് സ്റ്റാർട്ടിങ് കാണിക്കുന്ന ചെറിയ കുട്ടി സിംബു ആണ്. നീ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടെന്നും പറഞ്ഞിട്ട് അവിടുന്ന് സിംബു ഹീസ് അഡോപ്റ്റിംഗ് ഓർ സംതിങ്. അതെന്റെ അമ്മർക്കും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരുടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ തമ്മിൽ ഒരു ബിട്രയൽ, ഒരു പവറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു. എന്തെന്നൊക്കെ ഈ സെയിം, അതായത് സിംബു പറയുന്നുണ്ട് ഇനി ഞാനാണ് രംഗരായ ശക്തിവേൽ എന്ന് പറയാം. ആക്ച്വലി ദാറ്റ് ക്യാരക്ടർ നമ്മുടെ അപ്പം അവർ തമ്മിലത് നടന്നു കഴിയുമ്പോഴത്തേന് ഞാനാണ് അൾട്ടിമേറ്റ് ബോസ് എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ കാണിക്കുന്നത്. ആദ്യം പറയുന്നുണ്ട് നീയാണ് ഇതിനകത്ത് നീ ഡീൽ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഉള്ളിൽ നിന്ന് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അതിന് കുറച്ച് കോമഡി സീൻസ് മറ്റേ സോൾജാണെന്ന് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് കുറെ ലൊക്കേഷൻസ് കാണിച്ചായിരുന്നു. സ്നോ ലൊക്കേഷൻ, അങ്ങനെ ലൊക്കേഷൻ ആയിക്കോട്ടെ. പക്ഷെ എനിക്കൊരു എനിക്ക് തോന്നുന്നു, ഐ ഡോണ്ട് നോ, ഐ കുഡ് ബി റോങ്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ആ എൻഡിങ് വന്നപ്പം അവരുടെ ട്രെയിനിന്റെ ഒരു ഫൈറ്റ് സീനും അങ്ങനെ വേറെ കുറെ സാധനങ്ങൾ കാണിച്ചു. അതുകൊണ്ട് ഇവര് തമ്മിലുള്ള ഒരു ബിട്രയൽ സ്റ്റോറി പോലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇവരുടെ ഇടയിൽ ഒരു ഈഗോ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം എന്നുള്ള രീതിയിലായിരിക്കാം പോകുന്നത്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫൺ ഫാക്ട് ആയിരുന്നു, നീ 8 ഫീറ്റ് ആണെങ്കിൽ 18 ഫീറ്റ് 16 ഫീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു എലിമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഹീറോയിൻ അഭിരാമിയായിട്ട് കമലഹാസന്റെ സീൻ കാണിച്ചിട്ടുണ്ട്, അഭിരാമി ഋഷിയായിട്ടുള്ള സീൻ കാണിച്ചിട്ടുണ്ട്. ഐ ആം ലൈക്ക് ബിറ്റ് കൺഫ്യൂസ് അവിടെ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ കമൽ സാറിന്റെ ഒരു മറ്റേ സ്റ്റാർട്ടിങ്ങിലെ ഫൈറ്റ് സീക്വൻസ് ഒരു സാധനം കാണിച്ചത്, മറ്റേ ഒരു നമ്മുടെ കറാട്ടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് എനിക്ക് ആ ഒരു ബാക്ക് അറ്റാക്ക് നിൽക്കുന്ന ഒരു സംഭവം കണ്ടിട്ട്. അപ്പം എന്തെങ്കിലും ഒരു ഗ്രാൻഡ് ആക്ഷൻ, ഒരു വലിയ ഗ്രാൻഡ് ആക്ഷൻ ഡ്രാമ എന്നുള്ള രീതിയിലായിരിക്കും ചോദി പോകുന്നുണ്ട്. ഹോപ്പ് ഇത് നല്ലൊരു മൂവി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഇറങ്ങിയ ഒട്ടുമിക്ക മൂവീസ് നമ്മളിങ്ങനെ എക്സ്പെക്ടേഷൻസ് വെക്കുന്നുണ്ടെങ്കിലും അപ്രതമാർക്ക് നമുക്ക് തിയേറ്ററിൽ എത്തുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ്. ബട്ട് ഐ തിങ്ക് ഇതിൽ നമ്മൾ ഫിംഗേഴ്സ് ഒക്കെ ക്ലോസ്ഡ് ആണ്. അഫ്കോഴ്സ് ഗ്രാൻഡ് ആൾക്കാരാണ്. ആ ഒരു അടിപൊളിയായിരുന്നു.
അപ്പം ഇതായിരുന്നു നമ്മുടെ റിയാക്ഷൻ ഫോർ ദ ട്രെയിലർ ഹഗ് ലൈഫ്. അതെ, ഇനി വരും അപ്ഡേറ്റിലേക്ക് മിക്കവാറും സോങ് ഒക്കെ ഇനി എന്തായാലും കാണും, സോങ് കാണും. പിന്നെ എനിക്കൊന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ഗെയിംസ് ആയിട്ട് കാണാൻ ചിങ്കുച്ചാൾക്ക് അൾട്ടിമേറ്റ് ട്രെൻഡിങ്ങൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പം എല്ലായിടത്തും റീൽസ് ഒക്കെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം റിയാക്ഷൻ ടു ലൈഫ്. നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് നോട്ട് ചെയ്തത്, നമ്മൾ മിസ് ചെയ്തിട്ട് പ്ലീസ്